നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാൻ മുറിയിലോട്ട് കയറി വന്നിട്ട് പോലും നീ അറിഞ്ഞില്ലല്ലോ. എന്താ ആലോചിച്ചോണ്ടിരിക്കുക? ഒന്നുമില്ല. ഗൗതം ഫ്രഷ് ആയിട്ട് വാ, ഞാൻ കോഫി എടുക്കാം. നിക്ക, എനിക്കിപ്പോൾ അത്യാവശ്യം കോഫിയല്ല. എന്താ നിന്റെ പ്രശ്നം? അത് പറ. ഞാൻ വീട്ടിൽ പോയി ശിവാനിയെ കണ്ടതും അവളെ ആശ്വസിപ്പിച്ചതും അമ്മ അറിഞ്ഞു. അതിന്റെ പേരിൽ അമ്മ എന്നെ ശരിക്കും വഴക്കു പറഞ്ഞു. വഴക്കു പറഞ്ഞോട്ടെ, എൻ്റെ അമ്മ തന്നെയല്ലേ, ഞാൻ കേൾക്കും. പക്ഷെ എന്നെ വിളിച്ച ചില പേരുകളുണ്ട്, ദ്രോഹി, വഞ്ചകി എന്നൊക്കെ. അതെന്നെ വല്ലാതെ മുറിപ്പെടുത്തി കളഞ്ഞു. ഇതെങ്ങനെ അമ്മ അറിഞ്ഞു? ഇനി നീ തന്നെ എന്തായാലും അറിയാതെ പറഞ്ഞു പോയതാണോ? അല്ല, ഞാൻ അവിടെ പോയ വിവരം അമ്മയെ അറിയിച്ചത് വസുന്ധരാൻ്റിയോ. അത് വസുന്ധരാൻ്റി എങ്ങനെയോ മണത്തറിഞ്ഞു. കൃത്യമായി വള്ളി പുള്ളി തെറ്റാതെ അമ്മ അത് അറിയിക്കുകയും ചെയ്തു. വസുന്ധരാമ്മ എന്തെങ്കിലും ചെന്ന് പറഞ്ഞ ഉടനെ അമ്മ നിന്നെ അതിന്റെ പേരിൽ വഴക്ക് പറയൂ? അത് ശരിയായ കാര്യമല്ലല്ലോ. മതി, എല്ലാം ഇവിടെ കൊണ്ട് നിർത്തിയേക്കാം. ഈ പുലിവാലൊക്കെ ഞാനായിട്ട് ഉണ്ടാക്കി വെച്ചതല്ലേ, അതിന് നീ പഴി കേൾക്കേണ്ട ആവശ്യമില്ല. അവസാനിപ്പിച്ചേക്കാം. എല്ലാത്തിനും കാരണക്കാരൻ ഞാനാണെന്ന് തുറന്നു പറഞ്ഞ് എല്ലാം അങ്ങ് തീർത്തേക്കാം. ഗൗതം, വേണ്ട. എന്തായാലും കാര്യങ്ങൾ ഇവിടം വരെ എത്തിയില്ലേ, ഇനി ഒരു നല്ല അവസാനം ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുവരെ അമ്മ നിന്നെ ഇങ്ങനെ വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കട്ടെന്നോ? അതൊക്കെ സഹിച്ചോളാന്നാണോ നീ പറയുന്നത്? വേണ്ട, ഞാൻ കാരണം നീ അമ്മയുടെ മുമ്പിൽ മോശക്കാരിയാവണ്ട. എല്ലാ കുറ്റവും ഞാൻ തന്നെ ഏറ്റെടുത്തോളാം. ഗൗതം എന്താ പറയാൻ പോകുന്നത്? ഐശ്വര്യ പ്രണവിനോട് കാണിച്ച ഇഷ്ടവും സ്നേഹവും ഒക്കെ വെറും അഭിനയമായിരുന്നോ? അത് കേട്ടാൽ അമ്മ സമാധാനപ്പെടുമെന്നാണോ ഗൗതം വിചാരിക്കുന്നത്? ശിവാനിയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഇറക്കിയ ഒരാളാണ് ഐശ്വര്യ എന്നറിഞ്ഞാൽ അമ്മയ്ക്ക് ഇരട്ടി ദേഷ്യമാവുകയുള്ളൂ. നീവോളം കാത്തില്ല ഗൗതം നമ്മള്. ഇനി 6 കൂടി ക്ഷമിക്കാം, എല്ലാം ശരിയാവും. അതിനേക്കാൾ വലിയ വേറൊരു പ്രശ്നമുണ്ട് ഗൗതം. എന്ത് പ്രശ്നം? അത് നാളെ രാവിലെ ഞാൻ അമ്മയുടെ കൂടെ ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെല്ലണമെന്ന് പറഞ്ഞിരിക്കുകയാണ് അമ്മ. എന്തിന്? ഭഗവതിയുടെ മുമ്പിൽ വെച്ച് ശിവാനി ഒരിക്കലും ഈ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരാൻ കൂട്ടുനിൽക്കില്ലെന്ന് ഞാൻ സത്യം ചെയ്തു കൊടുക്കണമെന്നാ അമ്മ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ചെല്ലാന്ന് സമ്മതിച്ചോ? ചെല്ലില്ല എന്ന് പറയാൻ പറ്റുമോ ഗൗതം എനിക്ക്? ഭദ്രകാളി ദേവിയുടെ മുന്നിൽ ചെന്ന് ശിവാനിയെ കൊണ്ടുവരാൻ കൂട്ടു നിൽക്കില്ല എന്ന് സത്യം ചെയ്ത് കൊടുക്കാൻ പോവാണോ നീ? എനിക്കറിയില്ല ഗൗതം എന്ത് ചെയ്യണോന്ന്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സത്യവും ചെയ്യേണ്ട, ഒരു പുല്ലും ചെയ്യണ്ട. എല്ലാം തുറന്നു പറഞ്ഞ ഈ പരിപാടിക്ക് നമുക്ക് ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇടാം. കൂടിപ്പോയാ ലോകം കണ്ട ഏറ്റവും വലിയ മണ്ടൻ എന്ന പേരുദോഷം കൂടി എനിക്ക് കിട്ടുമായിരിക്കും. അത് ഞാനങ്ങ് സഹിച്ചു. പ്ലീസ് ഗൗതം, ഇപ്പൊ ഇനി ആരോടും ഒന്നും പറയണ്ട, അതാ നല്ലത്. അപ്പൊ നീ നാളെ അമ്പലത്തിൽ പോയിട്ട് എന്ത് ചെയ്യും? സത്യം ചെയ്ത് കൊടുക്കോ? ഭദ്രകാളിയാ, ഭഗവതിയുടെ മുൻപിലേക്കാണല്ലോ നാളെ പോകുന്നത്. എന്തെങ്കിലും ഒരു വഴി ഭഗവതിയായിട്ട് തന്നെ ഉണ്ടാക്കിത്തരും. വാ. ഈശ്വരമംഗലത്തിന് ദോഷം വരുത്തുന്നതൊന്നും നിന്റെ മനസ്സിൽ തോന്നിക്കില്ല എന്ന് ഭദ്രകാളിയമ്മയോട് പ്രാർത്ഥിക്ക്.
ഈശ്വരമംഗലത്തിന് എന്തെങ്കിലും ദ്രോഹം സംഭവിക്കണമെന്ന് ഞാൻ മനസ്സിൽ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. എന്റെ പ്രവൃത്തികൾ മൂലം ആ കുടുംബത്തിന് ഒരബദ്ധം വരുത്തരുതേ ഭഗവതി. അമ്മേ ദേവി, ഈ ഭദ്രകാളിയമ്മയുടെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് നിനക്കറിയാലോ. ഒരിക്കലും ശിവാനി ഈശ്വരമംഗലത്തേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി നീ ഒന്നും ചെയ്യില്ലെന്ന് ഈ ഭദ്രകാളിയമ്മയുടെ മുന്നിൽ വെച്ച് ആ കർപ്പൂര ദീപത്തിൽ തൊട്ട് സത്യം ചെയ്യേ. എന്താ അമ്മേ, ഞാൻ പറയുന്നതൊന്ന് കേൾക്കമ്മേ. ഇങ്ങനെയുള്ള സത്യം ചെയ്യലൊന്നും വേണ്ടമ്മേ. ഞാൻ കാരണം ഈശ്വരമംഗലത്തിന് ഒരു ദോഷവും സംഭവിക്കില്ലെന്ന് ഇപ്പോഴും ഞാൻ ദേവിയോട് പ്രാർത്ഥിച്ചത്. അങ്ങനെ ചെയ്യില്ല ഞാൻ. അങ്ങനെ ചെയ്യാത്ത ആളാണല്ലോ ഞാനും പ്രണവും കൂടി ഇറക്കിവിട്ട ശിവാനിയെ വീട്ടിൽ ചെന്നുകൊണ്ട് ആശ്വസിപ്പിച്ചത്. ഇനി കൂടുതൽ വർത്താനൊന്നും പറയണ്ട, സത്യം ചെയ്. ശിവാനിയെ ഈശ്വരമംഗലത്തേക്ക് ഞാൻ കൊണ്ടുവരില്ലെന്ന് ഞാൻ സത്യം ചെയ്ത ഗൗതം ഇതുവരെ നടത്തിയ പ്രയത്നങ്ങൾ മുഴുവൻ വെറുതെ ആവുമല്ലോ. എന്താ നോക്കി നിൽക്കുന്നത്? നീ വേഗം സത്യം ചെയ്യ്. സോമനസാല നീ സത്യം ചെയ്തു തരില്ലെന്ന് എനിക്കറിയാം. കയ്യ ദീപത്തിന്റെ മുകളിലേക്ക് നീട്ടിവെക്ക്. ശിവാനി ഒരു കാരണവശാലും ഒന്നിനു വേണ്ടിയും ഈശ്വരമംഗലത്തേക്ക് ഇനി തിരികെ കൊണ്ടുവരില്ലെന്നും അവളെ പ്രണവിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കില്ല എന്നും സത്യം ചെയ്യും. എന്താ മോളെ നീ കാണിക്കുന്നേ? മതി, എഴുന്നേക്ക് മോളെ.